അങ്ങനെ രാവിലെ കുളിച്ച് റെഡിയായി. ഇനി നേരെ വീട്ടിലേക്കാണ് പോകുന്ന. വഴിക്ക് കുറച്ച് താറാവിനെ മേടിക്കണം. പെണ്ണുമ്പിള്ളയ്ക്ക് ഒരു പണി കൊടുക്കാൻ ഗൈസ്. അപ്പോൾ ആലപ്പുഴ അങ്ങനെ സിറ്റിയിലൂടെ പോകണം ഗൈസ്. ഒരു ഷിക്കാര ബോട്ട് ഇവിടെ മൊത്തം ഷിക്കാര ബോട്ടുകളാണ്. കാണിച്ചു തരാം. ഇതാണ് ഷിക്കാര ബോട്ടാണ്. ഇവിടെ നിങ്ങൾ നിരന്ന് കിടക്കാണ് ബോട്ട്. നമുക്ക് ഡയറക്റ്റ് വന്ന് ബുക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഓൺലൈൻ ബുക്കിംഗ് ഉണ്ട്. അത് മണിക്കൂറിന് ഇത്ര രൂപയാണ്. എല്ലായിടത്തും ഹൗസ് ബോട്ട് അല്ല, സോറി, ഷിക്കാരയാണ്. ഇത് കണ്ട, ഇത് AC റോഡാണ്. രണ്ട് സൈഡിലും പാടമാണ്. നല്ല കിടിലും വ്യൂ ആണ് ഇതിൽ പോകുമ്പോൾ. പണ്ട് വെള്ളം കയറുമായിരുന്നു, ഇപ്പം വെള്ളം കയറും, അങ്ങനെ വലുതായിട്ട് പ്രശ്നമൊന്നും. ഇത് പള്ളാത്തുരുത്തി പാലം. പള്ളാത്തുരുത്തി. ഇതിപ്പോൾ രണ്ട് സൈഡ് ഹൗസ് ബോട്ടാണ്. ഹൗസ് ബോട്ട് ഇപ്പോഴൊരു പള്ളിയുണ്ട്. പള്ളിയുടെ അവിടെയാണ് ഹൗസ് ബോട്ടുകളെല്ലാം സ്റ്റേ ചെയ്യുന്നത്. നല്ല വ്യൂ അല്ല കിടില്. അവിടെ മൊത്തം പാടമാണ്, രണ്ട് സൈഡിലും പാടമാണ്. മഴയുടെ സമയത്താണ് ആലപ്പുഴക്കാർക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുന്നത്, കൃഷിയും വീട്ടിലും. അങ്ങനെ പോയി ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ബ്രേക്ക്ഫാസ്റ്റ് ഏതെങ്കിലും ചെറിയ കട ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാലോ? ചെറിയ കടയിൽ നിന്ന് കഴിച്ച് കഴിഞ്ഞാൽ കാണിച്ചു തരാം. കുറച്ച് നല്ല ഫുഡ്. ചെറിയ കടകളിൽ നിന്ന് കഴിക്കുമ്പോൾ കുറച്ചുകൂടെ നല്ല ഫുഡ്. ഞാൻ അപ്പവും ബീഫും കഴിക്കും. നല്ല ബീഫ്. ഇതിൻ്റെ സൈഡിലെല്ലാം പാടമുണ്ടോ, നല്ല കിട്ടുന്ന വ്യൂ. അടിപൊളിയാണ്. ഞാൻ അപ്പവും ബീഫും കഴിച്ചിട്ട് നേരെ വീട്ടിലേക്ക് വന്നു. നീ താറാവിനെ മേടിക്കണം. കുറച്ചല്ല കേട്ടോ, 2 താറാവ് 400 രൂപ കിലോ. അങ്ങനെ താറാവിനെ എടുക്കുന്ന കാഴ്ച. കുറച്ച് മീൻ കിട്ടുന്നു. കുറച്ച് ചെറിയ മറ്റേ നത്തോലി എന്ന് പറയും. ഞങ്ങളിവിടെ നത്തോലി എന്ന് പറയും, ചിലർ ചൂടയെന്നൊക്കെ പറയും. അതാണ് അവർക്ക് കിട്ടി. രാവിലെ അവരുടെ ഉച്ചക്കത്തേക്കുള്ള ഫുഡിൻ്റെ കറിയായി. അങ്ങനെ വെയിറ്റിംഗ് ആണ്. ഇവിടെയാണ് ഇവർ തന്നെ വളർത്തുന്നതാണ് താറാവ്. ഇത് മറ്റേ AC റോഡിലുള്ള ചങ്ങനാശ്ശേരി ഒരു 10 കിലോമീറ്റർ ആലപ്പുഴയിൽ ചങ്ങനാശ്ശേരി ഒരു ഇല്ലെന്നാണ് ഇഷ്ടമാണ്. അവിടെ ചേട്ടന്മാർ കൊണ്ട് അങ്ങനെ താറാവിനെ കിട്ടി. ഇത് ചങ്ങനാശ്ശേരി NSS കോളേജാണ്. പെങ്ങളൊക്കെ അവിടെ പഠിക്കാൻ പോയി. NSS കോളേജ് ചങ്ങനാശ്ശേരി. അങ്ങനെ കട്ട ബ്ലോക്കാണ്. നേരെ വീടെത്താറായി. എന്നെ കാത്ത് രണ്ടന്മാരാണ് നിൽപ്പുണ്ട്. പൂണി കനാമ്പുരം എന്ന് പറയുന്നത്.